റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ അലാസ്കയിൽ ഇന്നൊരു വലിയ മീറ്റിംഗ് നടക്കുന്നു. ഈ മീറ്റിംഗ് നടക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ട്രംപ് ഈ റഷ്യയുടെ ഒരു ചാരനായിരുന്നു എന്നതുപോലെയുള്ള ഒരു വിവാദം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടു. വാസ്തവം ഉണ്ടാവും? വാസ്തവമാണോ എന്ന് ചോദിച്ചാൽ റഷ്യൻ KGB ആണല്ലോ സോവിയറ്റ് യൂണിയൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി. KGBയുടെ കസാക്കിസ്ഥാൻ നാഷണൽ സെക്യൂരിറ്റി കമ്മിറ്റി ചെയർമാനും KGB 6th ഡയറക്ടറേറ്റിൻ്റെ തലവനുമായിരുന്ന അൽനൂർ മുസായേവ് ഇന്നലെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. 1987 മുതൽ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് റഷ്യൻ ചാരസംഘടനയായ സോവിയറ്റ് യൂണിയൻ്റെ ചാരസംഘടനയായ KGBയുടെ ഏജൻ്റായിരുന്നു. KGB റിക്രൂട്ട് ചെയ്തു, അതായത് മുതലാളിത്ത രാജ്യങ്ങളിൽ നിന്നുള്ള ബിസിനസ്സുകാരെ KGBയിലേക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട് സോവിയറ്റ് യൂണിയൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി റിക്രൂട്ട് ചെയ്ത ഒരു ഏജൻ്റായിരുന്നു ട്രംപെന്നും ആ ട്രംപിന് KGB ഫയലുകളിലുള്ള പേര് കർസനോവ് എന്നാണെന്നും ഇയാൾ വെളിപ്പെടുത്തി. അത് വലിയ വാർത്തയായി വലിയ വിവാദമായി വളർന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് പുടിനും ട്രംപും തമ്മിൽ ഇന്ന് ചർച്ച നടക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് വെറുതെ ഒരു ആരോപണമാണോ എന്നൊക്കെ തള്ളുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. പിന്നെ ട്രംപ് റഷ്യൻ ചാരൻ, സോവിയറ്റ് യൂണിയൻ്റെ ചാരൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നും. പക്ഷേ മുസായേവ് കുറേ KGB ഡോക്യുമെൻറ്റ്സ് പുറത്തുവിട്ടിട്ടുണ്ട്. KGBയുടെ ഡോക്യുമെൻറ്റ്സിൽ KGB ഫയലിൽ ചെറുപ്പക്കാരനായ, അതായത് 40 വയസ്സുള്ള, ഇപ്പോൾ 37 വർഷം മുമ്പത്തെ കാര്യമാണ്, 40 വയസ്സുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ചിത്രമുള്ള KGB ഡോക്യുമെൻറ്റ്സ് പുറത്തുവിടുന്നു. നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. ആ ഡോക്യുമെൻറ്റ്സ് പുറത്തുവിടുന്നു എന്ന് മാത്രമല്ല, 1987 ട്രംപ് ഭാര്യയോടൊപ്പം റഷ്യ സന്ദർശിച്ച, മോസ്കോ സന്ദർശിച്ച ചിത്രങ്ങൾ, അന്നത്തെ പത്രവാർത്തകൾ, ഇതെല്ലാം ഇതിനോടൊപ്പം ഈ മുസായേവ് പുറത്തുവിട്ടിട്ടുണ്ട്. ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ബിസിനസ് തുടങ്ങുന്നു റഷ്യയിൽ, അന്നത്തെ സോവിയറ്റ് യൂണിയനിലെ മോസ്കോയിൽ വരുന്നത് ഒരു ഹോട്ടൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഹോട്ടൽ ബിസിനസ് പിന്നീട് അദ്ദേഹത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളൊക്കെ അവിടെ ആരംഭിക്കുന്നു. ഇടയ്ക്ക് ഈ ബാങ്ക്രപ്റ്റ് ആയിരുന്നു ട്രംപ്. പക്ഷേ റഷ്യയിൽ ആയിട്ട് ഈ ബന്ധമുണ്ടായതിന് ശേഷമാണ് ട്രംപിൻ്റെ സാമ്പത്തിക സ്ഥിതി വല്ലാതെ മെച്ചപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ട്രംപിൻ്റെ ഈ പേര് തന്നെ നോക്കണം. കർസനോവ് എന്നുള്ള പേര്, കർസനോവ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വാക്കിൽ നിന്നുണ്ടായതാണ്. അതിൻ്റെ അർത്ഥം റെഡ് എന്നാണ്, ചുവപ്പ്. അപ്പോൾ കർസനോവ് എന്ന് പേരിട്ടു, ചുവന്ന മനുഷ്യൻ എന്ന് പേരിട്ടു KGB. എന്നിട്ട് അവിടെ റഷ്യയിലെ വളരെ പോപ്പുലറായ ഒരു പേരാണ് കർസനി എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണെങ്കിൽ ചുവന്ന പെണ്ണ് എന്നർത്ഥത്തിൽ കർസനി, ആണുങ്ങളാണ് കർസനോവ് എന്ന് പേരിടും. അങ്ങനെ കർസനോവാണ് ട്രംപ് എന്നാണിപ്പോൾ റഷ്യ പറയുന്നത്. റഷ്യയുടെ ചാരസംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്ന ആളാണ്. ഞാൻ പറഞ്ഞു അയാളുടെ ഡെസിഗ്നേഷനൊക്കെ എന്ന് പറഞ്ഞില്ല. 6th ഡയറക്ടറേറ്റിലെ കൗണ്ടർ ഇൻ്റലിജൻസ് വിഭാഗം, അതായത് റഷ്യക്ക്, സോവിയറ്റ് യൂണിയന് അമേരിക്കയിൽ ചാരപ്രവർത്തനം നടത്താൻ അമേരിക്കക്കാരെ തന്നെ ഉപയോഗിക്കുന്ന പരിപാടി, മനസ്സിലായില്ലേ? അതിൻ്റെ ഭാഗമായിട്ടുള്ള യൂണിറ്റിൻ്റെ മേധാവിയായിരുന്നു. മാത്രമല്ല കസാക്കിസ്ഥാൻ നാഷണൽ സെക്യൂരിറ്റി കമ്മിറ്റിയുടെ ചെയർമാനുമായിരുന്നു ഈ പറഞ്ഞ അൽനൂർ മുസായേവ്. അത്രയും വലിയ പദവികൾ വഹിച്ചിരിക്കുന്ന ഒരാൾ ഇങ്ങനൊരു നുണ പറയുമോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, അദ്ദേഹം KGB ഫയൽസ് എന്ന് പറഞ്ഞ് കുറേ ഡോക്യുമെൻ്റ് പുറത്തുവിട്ടിരിക്കുന്നു. അന്ന് ട്രംപ് 87 ഭാര്യയ്ക്കൊപ്പം റെഡ് സ്ക്വയറിൽ, ക്രെംലിനിൽ ഒക്കെ നടത്തിയ സന്ദർശനത്തിൻ്റെ ചിത്രങ്ങൾ, പിന്നെ മിഖായിൽ ഗോർബച്ചേവുമായി ട്രംപ് ഹസ്തദാനം ചെയ്യുന്ന ചിത്രം. ചിലരൊക്കെ പറയാറുണ്ട് ഈ ഗോർബച്ചേവ് എന്ന് പറയുന്ന ആൾ അമേരിക്കയുടെ ചാരൻ എന്ന് പറയാറുണ്ട്. സോവിയറ്റ് യൂണിയനെ തകർക്കാൻ വേണ്ടി അമേരിക്ക വിലക്കെടുത്ത ആളാണ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡന്റുമായിരുന്ന ഗോർബച്ചേവ്. ചിലരൊക്കെ പറയും അയാളുടെ നെറ്റിയിൽ ഒരു മറുകുണ്ടായിരുന്നു, നെറ്റിയിൽ അമേരിക്കയുടെ ഭൂപടവുമായി വന്ന ആളാണ് ഗോർബച്ചേവ് എന്നൊക്കെ കഥകൾ പറയും. ഗ്ലാസ്നെസ്റ്റും പരിസ്ട്രോയിക്കയും തുടങ്ങിയിട്ടാണല്ലോ പരിഷ്കരണം കൊണ്ടുവന്ന് സോവിയറ്റ് യൂണിയനിലെ ഈ സ്റ്റേറ്റുകളൊക്കെ വിട്ടുപോയത്, റഷ്യ മാത്രമായി മാറിയത്. അത് ഈ ഗോർബച്ചേവിന്റെ കാലത്താണ്. അതായത് അമേരിക്ക ഇങ്ങനൊരു പണി ചെയ്തപ്പോൾ തിരിച്ച് സോവിയറ്റ് യൂണിയൻ അങ്ങനെ ഒരു പണി ചെയ്തിരുന്നു. അങ്ങനെ ചെയ്തിരുന്ന കൗണ്ടർ ഇൻ്റലിജൻസിന്റെ ഭാഗമായി KGB വിലക്കെടുത്തിരുന്ന ആളായിരുന്നു ട്രംപ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് പറയുമ്പോൾ കുറേ സാഹചര്യത്തിലൂടെ വേണം ഇത് ആലോചിച്ച് വരുമ്പോഴത്തേക്ക് നോക്കണം. ഒന്ന്, ഈ ട്രംപിൻ്റെ കാമ്പയിൻ തെരഞ്ഞെടുപ്പ് പ്രചരണ കാമ്പയിൻ നടത്തിയിട്ടുള്ള മിഖായൽ ഫ്ലയർ, പോൾ മാൻഫോർട്ട്, ഇവരൊക്കെ നിരന്തരമായി റഷ്യയുമായി ബന്ധമുള്ളവരായിരുന്നു. നമുക്ക് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തിയവർ. ഇനി മാത്രമല്ല, ജാരഡ് കോറി കുഷ്നർ ആരാണ്?
ട്രംപിൻ്റെ മരുമകൻ ഇവാൻക ട്രംപിൻ്റെ ഭർത്താവ്. ഈ കുഷ്ണർ ഒരുപാട് ബാക്ക് ചാനൽ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. നിരന്തരം റഷ്യൻ അംബാസഡർമാർ പുട്ടിൻ്റെ അടുപ്പക്കാരുമായി ഈ ജാരഡ് കോറി കുഷ്ണർ എന്ന് പറയുന്ന ട്രംപിൻ്റെ മരുമകന് ബന്ധമുണ്ടെന്ന് ഇപ്പോഴും വിവാദമാണ്. കാരണം ട്രംപ് മത്സരിക്കുമ്പോൾ ട്രംപിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാൻ റഷ്യ ഇടപെട്ടു എന്നുള്ള വിവാദം ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലും റഷ്യൻ ഇടപെടലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രംപിനെ മത്സരിക്കുന്ന സമയത്തൊക്കെ അമേരിക്കയിൽ ഉയർന്ന ഒരു വിവാദമാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റഷ്യ ഇടപെടുന്നു എന്നുള്ളത്. ഇനി നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ ആരായിരുന്നു മുമ്പ്? KGB ഏജൻ്റായിരുന്നു. അതെ, KGBയുടെ ഏജൻ്റ് ആയിരുന്ന ഒരാളാണ്. അതായത് ചാരസംഘടനയുടെ ആളായിരുന്നു. ഇപ്പോൾ മൊസാദിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആര്? ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറഞ്ഞ പോലെ KGBയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഇന്ന് റഷ്യൻ പ്രസിഡന്റ് ആയിരിക്കുന്നത്. അപ്പോൾ KGBയിൽ ട്രംപ് ഉണ്ടായിരുന്നെങ്കിൽ ട്രംപും പുടിനും ഒരേ സമയത്ത് ഒരേ സംഘടനയിൽ പ്രവർത്തിച്ച രണ്ട് ചാരന്മാരായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ചിലപ്പോൾ അന്നേ ബന്ധമുണ്ടായിരിക്കാം. അപ്പോൾ ട്രംപും പുടിനും തമ്മിലുള്ള ഈ ബന്ധം ഒരുപക്ഷെ ട്രംപിനേക്കാളും സീനിയർ ഓഫീസർ ആയിരുന്നിരിക്കാം ആര്? പുടിൻ. ഈ സമീപകാലത്തുണ്ടായ സംഭവം ആലോചിച്ച് ട്രംപ് രണ്ടാം തവണ വന്നതിന് ശേഷം പുടിനുമായിട്ട് ഒരു ടെലിഫോൺ സംഭാഷണം നിശ്ചയിക്കുന്നു, സമയമൊക്കെ ഫിക്സ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വൈറ്റ് ഹൗസിൽ നിന്ന് ഓവൽ ഓഫീസിൽ നിന്ന് മോസ്കോയിലേക്ക് കോൾ ചെല്ലുന്നു. അവിടെ കോൾ എടുത്തിട്ട് പറയുന്നു റഷ്യൻ പ്രസിഡന്റ് വേറൊരു മീറ്റിങ്ങിലാണെന്ന് പറയുന്നു. വെയിറ്റ് ചെയ്യാൻ പറ. അമേരിക്കൻ പ്രസിഡന്റ് വിളിക്കുമ്പോൾ നേരത്തെ ഫിക്സ് ചെയ്ത് ഉറപ്പിച്ച് സമയമൊക്കെ ഫിക്സ് ചെയ്തിട്ട് വിളിക്കുകയാണ്. അദ്ദേഹം മറ്റൊരു മീറ്റിങ്ങിലാണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 3 മണിക്കൂർ ട്രംപിന് കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ ആരാണ് ബോസ്? പുടിനാണ് ബോസ്. അപ്പോൾ ട്രംപ് ആദ്യമായിട്ട് ഇലക്ഷനിൽ മത്സരിച്ച സമയത്തും ഇതേ പുടിൻ സഹായിച്ചു എന്ന് പറഞ്ഞില്ലേ ആരോപണം ഉണ്ടായത്? അതെ. അപ്പോൾ ട്രംപിനെ നിയന്ത്രിക്കുന്ന അദൃശ്യമായ ശക്തി പുടിൻ ആണെന്ന് സ്ഥാപിക്കാനാണ് ഈ പറയുന്ന ഡോക്യുമെന്റ്സും ഒക്കെ വരുന്നത്. അപ്പം ഇപ്പോൾ അലാസ്കയിൽ മീറ്റിംഗ് നടക്കുന്നു. ആ മീറ്റിംഗ് നടക്കുന്നത് ശരിക്കും അമേരിക്കയുടെ ഒരു മിലിറ്ററി ബേസാണ്, എയർഫോഴ്സ് ബേസിലാണ് മീറ്റിംഗ് നടക്കുന്നത്. അവിടെ ട്രംപ് ചെല്ലുന്നു. സാധാരണ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശത്രു രാജ്യത്തിന്റെ സൈനിക താവളത്തിൽ മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് വന്നിറങ്ങുന്നു. എന്ത് സംഭവിച്ചുകൂടെ? തീർച്ചയായിട്ടും ട്രംപിന്റെ കൂടെ ചിലപ്പോൾ ട്രംപിന്റെ സുരക്ഷാ ഗാർഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷേ പുടിന്റെ കൂടെ. പക്ഷേ അമേരിക്കയുടെ വമ്പൻ സൈനിക താവളത്തിലാണ് വന്നിറങ്ങുന്നത്, അലാസ്കയിൽ വന്നിറങ്ങുന്നത്. അങ്ങനെ ഇപ്പൊ പാകിസ്ഥാന്റെ സൈനിക താവളത്തിൽ വന്നിറങ്ങാൻ നരേന്ദ്രമോദി നരേന്ദ്രമോദി പോവില്ല. പാകിസ്ഥാൻ ഇങ്ങോട്ട് ഇന്ത്യ ക്ഷണിച്ചാൽ പാകിസ്ഥാന്റെ സൈനികം അസീം മുന്നിൽ വന്ന് നമ്മുടെ നേവൽ ബേസിൽ ഇറങ്ങുമോ? ഇല്ല. എല്ലാവർക്കും പരസ്പരം വിശ്വാസമുള്ള ഒരു സ്ഥലത്തെ. അപ്പൊ എന്തുകൊണ്ടാണ് പുടിൻ ഒരു പ്രശ്നമല്ല? അവർ അമേരിക്ക കൗണ്ടർ ഇന്റലിജൻസിന്റെ ഈ അമേരിക്ക അവരുടെ റഷ്യയുടെ താല്പര്യങ്ങളെ ആക്രമിക്കാനൊക്കെ പറ്റുന്ന റഷ്യയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അലാസ്ക. മുമ്പ് റഷ്യൻ ഭൂപ്രദേശമായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അവർ പൈസക്ക് വിറ്റ് വിലയ്ക്ക് വാങ്ങിയ റഷ്യയുടെ ഭൂപ്രദേശമായിരുന്ന ആ സ്ഥലം അവിടെ റഷ്യക്കെതിരെയുള്ള സോവിയറ്റ് യൂണിയനെതിരെയുള്ള സൈനിക ക്യാമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അമേരിക്ക. ആ ക്യാമ്പിലേക്കാണ് ഒരു 10-100 സെക്യൂരിറ്റിക്കാരുടെ മാത്രം അകമ്പടിയോടെ ഏറ്റവും ആദ്യം F-22 വിമാനങ്ങൾ അടക്കം കരുതി വെച്ചിരിക്കുന്ന ആണവ ശേഷിയുള്ള മിസൈലുകൾ വരെ കരുതി വെച്ചിരിക്കുന്ന ആ ക്യാമ്പിലേക്ക് പുടിൻ എങ്ങനെ ധൈര്യപൂർവ്വം വന്നിറങ്ങുന്നു? കാരണം പുടിൻ ഭയങ്കര ധൈര്യമാണ്. ഈസ് ദ ബോസ് അല്ലേ? ട്രംപ് അനുസരിക്കണം അങ്ങനെ പറഞ്ഞുകൂടെ? അപ്പോൾ ഈ വെളിപ്പെടുത്തലെല്ലാം പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു കോൺസ്പിറസി തിയറി എന്നൊക്കെ പറയാം. പക്ഷേ ഇതിനകത്ത് ആലോചിച്ച് വരുമ്പോൾ ട്രംപിൻ്റെ മരുമകനുണ്ട് റഷ്യൻ ബന്ധം. ട്രംപ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുമ്പോൾ അവിടെ ഹോട്ടൽ ബിസിനസ് നടത്തുന്നു, ട്രേഡ് മാർക്ക് ബിസിനസ് നടത്തുന്നു. പെട്ടെന്ന് ട്രംപ് വലിയ പണക്കാരനായി മാറുന്നു. ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ KGBയുടെ സഹായം കൊണ്ട് വന്നതാണോ? ഇനിയിപ്പോൾ നോക്കൂ, ഇപ്പോൾ ചർച്ച നടക്കുമ്പോൾ ആരുടെ കാര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്? സെലൻസ്കിയുടെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്തല്ലേ? സെലൻസ്കിയുടെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്ത മീറ്റിങ്ങിൽ സെലൻസ്കി ഇല്ല. ഉക്രൈൻ്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന മീറ്റിങ്ങിൽ ഉക്രൈൻ ഇല്ല. ആരാ ചർച്ച ചെയ്യുന്നത്? റഷ്യയും അമേരിക്കയും, ട്രംപും പുടിനും. അവരെടുക്കുന്ന തീരുമാനം എന്തായാലും ആരനുസരിച്ചോണം? സെലൻസ്കി അനുസരിച്ച്, ഉക്രൈൻ അനുസരിച്ചോണം. അതെന്തൊരു നീതിയാണെന്ന് ചോദ്യമുണ്ട്. ശരിയല്ല? ഞാനും സിനുവും തമ്മിൽ ചർച്ച ചെയ്യുന്നത് അതായത് മൂന്നാമതൊരാൾക്ക് എന്ത് നീതി കൊടുക്കണമെന്ന് അയാളെ കേൾക്കാതെ ചർച്ച ചെയ്യുകയാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങളുമായും ഈ ചർച്ചയ്ക്ക് മുമ്പ് ട്രംപ് ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷെ സെലൻസ്കിയായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഈ മീറ്റിംഗിൽ സെലൻസ്കിയെ വിളിച്ചിട്ടില്ല. അപ്പോൾ അത് നീതിയുക്തമായ ഒരു തീരുമാനമായിരിക്കും? അല്ലല്ലോ. അതിനകത്ത് ഈ 1945 ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. 45 യുദ്ധം കഴിഞ്ഞു സോവിയറ്റ് യൂണിയനും അമേരിക്കയും കൂടെ ചർച്ച നടന്നു. ജോസഫ് സ്റ്റാലിൻ,
അപ്പുറത്ത് വിൻസ്റ്റൺ ചർച്ചിൽ, അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്. കരിങ്കടലിലെ യാൾട്ട എന്ന് പറയുന്ന സ്ഥലത്ത്, ഈ റഷ്യൻ ഭൂമിയിലാണ്, അവിടെ ചർച്ച നടന്നു. ചർച്ച നടത്തിയിട്ട് ഇവർ ചെയ്തതെന്നറിയോ? അതായത് ലോകത്തിൻ്റെ ഭാവി ഇവർ തീരുമാനിച്ചു. ഒരു ഭൂപടം എടുത്തങ്ങോട്ട് മുന്നിൽ വെച്ചു, എന്നിട്ട് പെൻസിൽ കൊണ്ടൊരു വര വരച്ചു. ഇത്രയും നിങ്ങളുടെ, ഇത്രയും എൻ്റെ. അവരാണ് തീരുമാനിക്കുന്നത്. അവരങ്ങ് വിധിച്ചെടുത്തു രാജ്യങ്ങളെ, അല്ലേ? ബെർലിൻ രണ്ടായി, ഒറ്റ വര, ബെർലിൻ മതിൽ വന്നു, അല്ലേ? ജർമ്മനി രണ്ടാക്കി. അങ്ങനെ ലോക ഭൂപടത്തെ റഷ്യൻ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും യാൾട്ടയിലിരുന്ന് 1945 മേശപ്പുറത്ത് ഭൂമിയുടെ ഭൂപടം എടുത്ത് വെച്ചിട്ട് പെൻസിൽ കൊണ്ട് വരച്ച് രണ്ടാക്കി. ആ രാജ്യങ്ങളുടെ ആരുടെ അനുവാദം ചോദിച്ചില്ല, അങ്ങ് ഇമ്പോസ് ചെയ്തു. കുറേ രാജ്യങ്ങളെ ആരെടുത്തു? സോവിയറ്റ് യൂണിയൻ എടുത്തു. കുറേ രാജ്യങ്ങളെ അമേരിക്ക എടുത്തു. കൊറിയ രണ്ടാക്കിയില്ലേ? നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ. അങ്ങനെ എത്രയോ സോവിയറ്റ് യൂണിയന് മാപ്പിൽ കിട്ടിയ ഭാഗം എല്ലാം സോവിയറ്റ് യൂണിയൻ അങ്ങ് പട്ടാള തയ്ച്ച് പിടിച്ചെടുത്തിട്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, പോളണ്ട്, ചെക്കോസ്ലോവാക്യ, റുമേനിയ, ആലോചിച്ച് നോക്കൂ. കിഴക്കൻ യൂറോപ്പ് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായി. എങ്ങനെ? ആ രാജ്യങ്ങളുടെ ജനഹിതം ചോദിച്ചില്ല, ആ രാജ്യത്തെ ജനപ്രതിനിധികളോട് ചോദിച്ചില്ല, അവിടെ നിലവിലുണ്ടായിരുന്ന ഭരണാധികാരികളോട് ചോദിച്ചില്ല. ഇവരൊരു വരയങ്ങ് വരച്ചിട്ട് തീരുമാനിക്കും, പട്ടാളത്തെ അങ്ങ് വിട്ടു എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഇവർ പരസ്പര വൈരികളായിരുന്നെങ്കിലും അവർ പറയുകയാണെങ്കിൽ ലോകം മുഴുവൻ എങ്ങനെ ഇരിക്കണം ഞങ്ങൾ തീരുമാനിക്കും, അന്ന് തീരുമാനിച്ചു എന്നു പറയുന്നതിൻ്റെ ഒരു തനിയാവർത്തനം 1945 യാൾട്ടയിൽ നടന്നതിൻ്റെ തനിയാവർത്തനമാണോ ഇപ്പോൾ നടക്കാൻ പോകുന്നത്? ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അവർ തീരുമാനിക്കുകയാണ്, ഞാൻ 2 സൂപ്പർ പവർ ഞങ്ങൾ തീരുമാനിക്കും ആര് എവിടെ എങ്ങനെ നിൽക്കണം. ഇപ്പം ട്രംപിനോട് പുടിൻ പറയാൻ പോണത്, ഞങ്ങൾ പിടിച്ചെടുത്ത സ്ഥലമല്ല ഞങ്ങളുടെ, ഡോൺബാസ് വേണം, അങ്ങനെയുള്ള സ്ഥലമല്ല ഞങ്ങൾ, ക്രിമിയ കൊടുക്കുന്ന പ്രശ്നമില്ല. ഇപ്പോഴത്തെ ക്രിമിയയിലാണ് യാൾട്ട. അന്ന് സ്റ്റാലിനും ചർച്ചിലും പിന്നീട് റൂസ്വെൽറ്റും ചർച്ച നടത്തി ലോകത്തിൻ്റെ ഭൂപടം മാറ്റി വരച്ച യാൾട്ട ഇപ്പോൾ ക്രിമിയയിലാണ്. ഉക്രൈനിലായിരുന്നു, അത് റഷ്യ പിടിച്ചെടുത്തു. ക്രിമിയ ഇപ്പോൾ ഇവരുടെ സ്വന്തമായി. ക്രിമിയ അവരുടെ സ്വന്തമാണ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഉക്രൈൻ്റെ ഇത്രയും ഭൂപടം എനിക്ക് വേണം, അത് സമ്മതിച്ചാൽ യുദ്ധം തീർന്നു എന്ന് പുടിൻ പറയും. പുടിൻ പറഞ്ഞാൽ ട്രംപ് സമ്മതിക്കുമോ? കാരണം ട്രംപ് അധികാരത്തിൽ വന്ന ഉടനെ പറഞ്ഞെന്താ, പുടിൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, 1 മണിക്കൂർ കൊണ്ട് യുദ്ധം എനിക്ക് നിർത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് അത്ര ബഹളം വെച്ചിട്ടും പുടിൻ വില വെച്ചിട്ടില്ല. അപമാനിക്കാവുന്ന തരത്തിലൊക്കെ മൗനം കൊണ്ട് അപമാനിച്ചു, അല്ലേ? എന്നിട്ട് സെലൻസ്കിയെ ചീത്ത വിളിപ്പിക്കുകയും ചെയ്തു. സെലൻസ്കിയെ ചീത്ത വിളിച്ചു. പക്ഷേ നോക്കൂ, ട്രംപ് ഒരുപാട് ബഹളം വെക്കും, പുടിൻ മിണ്ടത്തില്ല, അവഗണിക്കുകയാണ്. ആ ട്രംപിനെ അങ്ങോട്ട് അവഗണിച്ച് ആര് മൈൻഡ് ചെയ്യണ്ട എന്ന് വെച്ചിട്ട് വഴി കിടക്കുന്ന ഒരു ഭ്രാന്തൻ നമ്മളെ തെറി വിളിച്ചാൽ നമ്മൾ കേൾക്കാതെ പോകുന്ന പോലെയാണ് പുടിൻ. എന്തുകൊണ്ടാണെന്നറിയാമോ? അതായത് ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് പുടിനാണ് ട്രംപിൻ്റെ ബോസ്. അത് ഞെട്ടിപ്പിക്കുന്ന വിവരം. അതെ. അപ്പോൾ ഇതെന്തായാലും ഈ വിവാദം, ഇത് ഈ KGBയുടെ ഫയൽസാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ട്രംപിനെ സംബന്ധിക്കുന്ന ഈ ഫയലുകൾ ഇപ്പോൾ നേരിട്ട് പുടിനാണ് കൈകാര്യം. പുടിനും പുടിൻ്റെ ഏറ്റവും അടുത്ത ചില അനുയായികൾക്കും മാത്രമേ ഈ ഫയലിൽ ഇപ്പോൾ ആക്സസ് ഉള്ളൂ. താൻ ഈ ചുമതലയിലുണ്ടായിരുന്നപ്പോൾ താൻ അന്ന് എടുത്തു വെച്ചിരുന്ന തൻ്റെ പക്കലുണ്ടായിരുന്ന ഡോക്യുമെൻറ്റ്സാണ് ഇപ്പോൾ പുറത്തു വിടുന്നത്. ഏതായാലും പുടിൻ പറയുന്നത് പോലെ, പുടിൻ അറിയാവുന്നത് പോലെ, അല്ലെങ്കിൽ പുടിൻ്റെ പക്കലുള്ള രേഖകളിൽ കാണുന്നത് പോലെ ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കെ തന്നെ റഷ്യയുടെ ചാരനും കൂടി ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത് വല്ലാതെ ലോകത്തെ ഉലയ്ക്കുന്നൊരു വാർത്തയാണ്. ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് ഇത് പുടിനും ട്രംപും തമ്മിലുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുന്നത് എന്നൊരു വാദം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ ജെഫ്രി എപ്സ്റ്റൈൻ ഫയൽസ് പുറത്തു വരാൻ പോവാണ്. സെപ്റ്റംബർ ഒക്ടോബറിൽ അത് കോടതിയിലെത്തും. അതായത് പ്രായപൂർത്തിയാകാത്ത 12ഉം 13ഉം വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ച ഒരു കരീബിയൻ ഐലൻഡിലെ ദ്വീപിൽ എപ്സ്റ്റൈൻ്റെ കൂടെ പോയിട്ട് പീഡിപ്പിച്ച കേസിൽ ട്രംപിൻ്റെ പേരുണ്ട്. അത് കോടതി മുമ്പാകെ വന്നാൽ ട്രംപ് സ്ഥാനമൊഴിയേണ്ടി വരും. അതിനെ മറികടക്കാൻ വേണ്ടി ഈ റഷ്യൻ ചാരനാണ് ട്രംപ് എന്നുള്ള പുതിയൊരു വിവാദം കത്തിക്കാൻ വേണ്ടി ട്രംപിൻ്റെ ക്യാമ്പും പുടിൻ്റെ ക്യാമ്പും ഒത്തുചേർന്ന് പുറത്തുവിടുന്ന വാർത്തയാണ് ഇതും എന്നും ഒരു വിവരമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ അന്താരാഷ്ട്ര പൊളിറ്റിക്സിൽ ഇങ്ങനെയുള്ള കോൺസ്പിറസി തിയറികൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും പുതിയൊരു തിയറിയാണ്. നേരത്തെ നമ്മൾ കേൾക്കുന്നത് അവൻ അമേരിക്കൻ ചാരനാണെന്ന് പറയുന്നത്, അല്ലേ? എവിടെ വന്നാലും അവൻ അമേരിക്കൻ, നാട്ടിൽ ഒരു ഭ്രാന്തൻ വഴി കൂടെ വന്നാലും അവൻ CIA ചാരനാണെന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ. ഇപ്പോൾ അത് മാറിയിട്ട്
റഷ്യൻ ചാരനാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പോലും പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇതാണ് ഇതിനകത്തെ കൗതുകം. ഏതായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ വരട്ടെ. അന്താരാഷ്ട്ര വാർത്തകൾ പ്രേക്ഷകരിൽ എത്തിക്കുന്ന നമ്മുടെ ഒരു നിതാന്ത ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് ഈ വാർത്തയെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.